പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കം ആരംഭിക്കുകയാണ്. ഈ പണിമുടക്കത്തെപ്പറ്റി മാധ്യമങ്ങളിലും മറ്റും വന്നിട്ടുള്ള ലേഖനങ്ങളും വാർത്തകളും വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. സീരിയലുകളും ജനപ്രിയ സിനിമകളും കണ്ട് ബുദ്ധി മരവിച്ച ഒരു വലിയ ജനവിഭാഗത്തെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് ഈ വാർത്തകളും ഈ ലേഖനങ്ങളും അഭിസംബോധന ചെയ്യുന്നത്. ഈ സമരം എന്തിനു വേണ്ടിയാണെന്നുള്ള ധാരണ കൃത്യമായും പലരിൽ നിന്നും മറച്ചു പിടിക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ എന്നത് ഇതുവരെ നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ നിഷേധവും എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവുമാണ്. ഇതിനിടയിൽ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വലിയ തോതിൽ സർക്കാർ പിന്നോട്ടടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരണത്തിലാണ് ഈ സമരം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഇതിൽ വ്യക്തമാണ്, സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം പെൻഷന് വേണ്ടി നീക്കിവെക്കുന്നു എന്ന വാദത്തിൻ്റെ ബാലിശത്വം വാസ്തവത്തിൽ എല്ലാവർക്കും വ്യക്തമാകേണ്ടതാണ്. സർക്കാരിൻ്റെ വരുമാനം എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞുപോയി? സർക്കാരിൻ്റെ വരുമാനം കുറയാൻ സർക്കാർ ഉൽപ്പാദന മേഖലയിൽ നിന്ന് ക്രമമായി പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാരണം. അതിന് മറ്റൊരു കാരണമില്ല. അപ്പോൾ വരുമാനം കിട്ടുന്ന മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന, ഉൽപ്പാദനത്തിലൂടെ വരുമാനം ഉണ്ടാക്കാവുന്ന മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും എന്നിട്ട് അത് വരുമാനം സർക്കാരിന് സ്വാഭാവികമായി കുറഞ്ഞാണെന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി പങ്കാളിത്ത പെൻഷൻ നടപ്പിലായാൽ എന്തു സംഭവിക്കും എന്നതും വളരെ വ്യക്തമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പ്രകാരം ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച്, ജോലിയിൽ നിന്ന് വിരമിച്ച് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ അവർക്ക് നൽകേണ്ട, ആവശ്യം ഏത് സമൂഹവും നൽകേണ്ട ഒരു കൈത്താങ്ങാണ് പെൻഷൻ. അതാണ് ഇവിടെ ഇല്ലാതാകാൻ പോകുന്നത്. അപ്പോൾ പ്രായമായാൽ ജീവിക്കാനുള്ള വക കൂടി ആ പ്രായത്തിലും കണ്ടെത്തണം എന്നതാണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പദ്ധതി എതിർക്കപ്പെടേണ്ടതാണ്. അതുകൂടാതെ പങ്കാളിത്ത പെൻഷൻ പ്രകാരം സ്വരൂപിക്കുന്ന പണം എവിടെയാണ് പോകുന്നത് എന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പണം ജീവനക്കാരനും സർക്കാരും നീക്കിവെക്കുന്ന പണം 10% ജീവനക്കാരനും അല്ലെങ്കിൽ ജീവനക്കാരെയും 10% സർക്കാരുമാണ് നീക്കിവെക്കുന്നത്. ഈ പണം ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾ നിക്ഷേപിക്കലാണ് പെൻഷൻ ലഭ്യമാക്കാനുള്ള, വിരമിച്ചു കഴിഞ്ഞാൽ പെൻഷൻ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയായി പറയും. ഇത് വാസ്തവത്തിൽ ഒരു നിക്ഷേപ പദ്ധതിയാണ്, പെൻഷനല്ല. ഇത്രയും വ്യക്തമായൊരു കാര്യം ഇനിയും അറിയാത്തതോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്ന് നടിക്കുന്നതോ അങ്ങേയറ്റം അപലപനീയമാണ്. അപ്പോൾ ഈ ഫണ്ട് തുക ചില ഫണ്ട് മാനേജർമാർക്ക് ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാനുള്ള, അതായത് ജീവനക്കാരുടെ, ജോലി ചെയ്യുന്നവരുടെ ചെലവിൽ മുതലാളിമാർക്ക് കൊഴുക്കാനുള്ള ഒരു പദ്ധതിയാണിത്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഫണ്ട് മാനേജർമാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ജീവനക്കാർക്കുണ്ട് എന്ന് പറയുന്നു. ഇത് 4 ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് ക്രിമിനലിനെ തിരഞ്ഞെടുക്കണം എന്ന് ജീവനക്കാർക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇത് അമേരിക്കയിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾ എന്തു ചെയ്യുന്നു? ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾ പൊളിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കുകൾ പൊളിഞ്ഞാൽ അവയെ താങ്ങി നിർത്തുന്നതും അമേരിക്ക ഒരു ഉദാഹരണമായിട്ട് എടുക്കാമെങ്കിൽ ജനങ്ങളുടെ പണം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ മുതലാളിമാരെ കൊഴുപ്പിക്കാനുള്ള ഒരു പദ്ധതിയെ സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കാൻ എന്നുള്ള പേരിൽ നടപ്പിലാക്കുന്നതിനെ എന്തായാലും ജീവനക്കാരും അധ്യാപകരും ബോധമുള്ള പൊതുജനങ്ങളും എതിർക്കേണ്ടതാണ്. അപ്പോൾ ഈ സമരം ജനങ്ങൾക്കെതിരാണ്, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതെന്നുള്ള വാദവും തികച്ചും ബാലിശമാണ്. അപ്പോൾ അധ്യാപകർ അല്ലെങ്കിൽ ജീവനക്കാർ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നു എന്നായിരുന്നു ഇതുവരെ ഈ അരാഷ്ട്രവാദി മാധ്യമങ്ങളുടെ നിലപാട്. ഇപ്പോൾ സമരം ചെയ്യുന്നത് ശമ്പളം വാങ്ങിയിട്ടല്ല, സമരം ചെയ്യുന്നത് ശമ്പളം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. പലർക്കും ഒരുപാട് ബാധ്യതകളുള്ള ഒരുപാട് ജീവനക്കാരുണ്ട്, അധ്യാപകരുണ്ട്. അവരൊക്കെ തന്നെ സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നതിലൂടെ ഒരു വലിയ ത്യാഗത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ സമരം എത്ര നീണ്ടു നിൽക്കുമെന്നല്ല, ഇതുപോലുള്ള ഒരു മുരത്ത ഗവൺമെൻറ്റിനെതിരായി എത്ര കാലം സമരം ചെയ്യേണ്ടി വരും എന്ന് നമുക്കറിയില്ല. എന്നാലും ഈ സമരരംഗത്തേക്ക് അടിയുറച്ച് നിൽക്കുന്ന ജീവനക്കാരെയും അധ്യാപകരെയും ഈ ഘട്ടത്തിൽ പിന്താങ്ങുകയാണ് കേരളീയ ജനതയുടെ ശരിയായ നിലപാട് എന്ന് ഞാൻ കരുതുന്നു. അഭിവാദ്യങ്ങൾ.